സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുകയാണ്. 54 രാജ്യങ്ങളിൽ നിന്ന് 100 പ്രതിനിധികൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 506 അതിഥികൾ, പാർട്ടി വിലക്കിയിട്ടും പോകാൻ തീരുമാനിച്ച കോൺഗ്രസ് നേതാക്കൾ, മുകേഷ് അംബാനിയും കുടുംബവും, അമിതാഭ് ബച്ചൻ, മോഹൻലാൽ അടക്കം താരങ്ങൾ. 10,000 പേരെത്തുമെന്ന് ക്ഷേത്രം ട്രസ്റ്റ് പറയുന്നു. സുരക്ഷയ്ക്ക് ക്ഷേത്രത്തിനു ചുറ്റും അണിനിരക്കുന്നത് 5000 കമാൻഡോകളാണ്. പ്രതിഷ്ഠാദിനത്തിൽ മോദി എത്തുന്നു എന്ന രാഷ്ട്രീയം മാത്രം ഉയർത്തുന്ന കോൺഗ്രസോ, പ്രതിഷ്ഠാദിനത്തിന് ശേഷം കുടുംബവുമൊത്ത് ക്ഷേത്ര ദർശനം നടത്തുമെന്ന് പറയുന്ന കേജ്രിവാളോ ശരത് പവാറോ രാമക്ഷേത്രത്തെ എതിർക്കുന്നില്ല. അയോധ്യ ഒരുങ്ങിയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ BJP പ്രതിനിധി KVS ഹരിദാസ്, കോൺഗ്രസ് നിരീക്ഷകനായി VR അനൂപ്, VS സനോജ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ KVS ഹരിദാസ്, അയോധ്യ എല്ലാ തരത്തിലും ഒരുങ്ങിയിരിക്കുന്നു. അല്ല, അയോധ്യയിലും മറ്റന്നാൾ നാളെ 22-ന് നടക്കാൻ പോകുന്നത് ഒരു ചരിത്ര സംഭവം തന്നെയാണ്. ഏതാണ്ട് 500 വർഷത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ വീണ്ടും അയോധ്യയിലെ മനോഹരമായ ക്ഷേത്രത്തിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. നമുക്കറിയാം ദീപാവലിയുടെ ഒരു പ്രാധാന്യം. വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശ്രീരാമനെ വരവേൽക്കുന്ന മുഹൂർത്തമാണത്. ലോകം മുഴുവൻ ഇന്ന് ദീപാവലി ആഘോഷിക്കുന്നുണ്ട്. സമാനമായിട്ട് ലോകം മുഴുവൻ ദീപാലങ്കൃതമാകുന്ന, പ്രാർത്ഥനകൾ മുഴങ്ങുന്ന ഒരു ദിവസമായിട്ട് ജനുവരി 22 മാറാൻ പോവുകയാണ്. രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയാണത്. ദൗർഭാഗ്യവശാൽ ഇന്ത്യയിലെ ചില ഭാഗത്തുള്ള ചില ആൾക്കാർ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വിലപ്പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. BJP രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നില്ലേ ശ്രീ KVS ഹരിദാസ്? ഇപ്പോൾ രാജ്യത്തെ ശ്രീരാമ ക്ഷേത്രങ്ങളുടെ എണ്ണം എടുക്കുകയാണ് BJP. ഇപ്പോൾ കേരളത്തിലും തൃപ്രയാറിൽ രാമക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തി. ഇന്നിപ്പോൾ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട 2 രാമക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നു. അപ്പോൾ രാജ്യത്തുടനീളം എത്ര ശ്രീരാമക്ഷേത്രങ്ങളുണ്ട് എന്നൊരു കണക്കെടുക്കുന്നുണ്ട് BJP. എന്തിനാണ് ഈ രൂപത്തിൽ ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ വേറെ രീതിയിൽ വിപുലമാക്കുന്നത്? അല്ലല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയോധ്യയിലെ രാമക്ഷേത്ര ചടങ്ങിന് നമ്മളൊക്കെ വിചാരിക്കുന്നതിനപ്പുറമുള്ള ഒരു പ്രതലമുണ്ട്. ആ ചടങ്ങിന് മുമ്പ് നരേന്ദ്രമോദിജി ഒരു വ്രതം എടുത്തിട്ടുണ്ട്. ഞാൻ കുറേ രാമക്ഷേത്രങ്ങൾ, ഈ ശ്രീരാമനുമായി ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രങ്ങൾ ദർശനം നടത്തിക്കൊള്ളാം. അദ്ദേഹം കഴിഞ്ഞ 10 ദിവസമായിട്ട് കരിക്ക് വെള്ളം മാത്രം കഴിച്ച് വ്രതാനുഷ്ഠാനം അനുഷ്ഠിക്കുക. അദ്ദേഹം ക്ഷേത്ര സന്ദർശനം നടത്തുന്നതിൽ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, ശരിയാ. അതിലുപരി അദ്ദേഹം ഒരു രാമഭക്തനാണ്, ഒരു വിശ്വാസിയാണ്. അദ്ദേഹം ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമ്പോൾ അതിനെ വേറൊരു തലത്തിൽ കാണുന്നതിന് ആരൊക്കെ അമ്പലങ്ങളിൽ പോകുന്നു, ആരൊക്കെ തൊഴുന്നു. നരേന്ദ്രമോദിജി ഒരു പ്രതിജ്ഞ എടുത്തു, അല്ലെങ്കിൽ ഒരു തീരുമാനമെടുത്തു, പ്രധാനപ്പെട്ട രാമക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. അങ്ങനെയാണ് അദ്ദേഹം തൃപ്രയാറിലെത്തിയത്. അങ്ങനെയാണ് അദ്ദേഹം ശ്രീകൃഷ്ണനെ തൊഴാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂരെത്തിയത്. അതുപോലെ തന്നെ ഇന്ന് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ പോയിരുന്നു. അങ്ങനെ വിവിധ ക്ഷേത്രങ്ങൾ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു വിശ്വാസ പ്രമാണമായിട്ട് കണ്ടാൽ പോരെ. പക്ഷെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ്, ഇതിൻ്റെയൊക്കെ ഒരു വലിയ ഒരു എനർജി അയോധ്യയിൽ നമുക്ക് കാണാൻ കഴിയും. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ളവരുടെ ഹൃദയം ഈ ദിവസം, മനസ്സ് അയോധ്യയിലായിരിക്കും എന്ന് കൂടി മോഡി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വേറെ അതിൽ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല BJPയുടെ വിലയിരുത്തൽ. ശരി, ശ്രീ അനൂപ്, ഇപ്പോൾ BJPയുടെ വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസിനും എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിഷ്ഠാദിനത്തിൽ അവിടെ പ്രധാനമന്ത്രി പോകുമ്പോൾ ഞങ്ങൾ എങ്ങനെ പോകുമെന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അതിനു മുൻപെങ്കിലും പോകേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ച് UPയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ സരയൂ നദിയിൽ മുങ്ങിയത് നമ്മൾ കണ്ടതാണ്. അല്ലാതെ തന്നെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വേറെയും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ അവിടെ മോദി എത്തുന്നു എന്നതൊഴിച്ചാൽ കോൺഗ്രസിന് ഒരു എതിരഭിപ്രായവുമില്ല.
ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തെ ഈ രൂപത്തിൽ ആഘോഷിക്കുന്നതിനോട്? നിങ്ങളിപ്പോഴും ബി ജെ പിയുടെ അതേ നിലപാട് തന്നെയാണ് കോൺഗ്രസിൻ്റേത് എന്നൊക്കെ പറയുന്നത് ആരെ സഹായിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കോൺഗ്രസ് അതിൻ്റെ ഈ പറയുന്ന അതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള നിലപാട് അറിയിക്കുന്ന പ്രസ്താവനയ്ക്കകത്ത് കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. മോഡി, RSS, BJP നടത്തുന്നത് വിശ്വാസത്തിൻ്റെ ദുരുപയോഗമാണ്. അതുതന്നെയാണ് CPM പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതലായോ കുറവായോ ഒന്നും CPM-ന്റെ ലഘുലേഖയിലുമില്ല. പക്ഷേ ശ്രീ വി ആർ അനൂപ്, CPM-ന്റെ ഒരു നേതാക്കളും ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തിലില്ല. ശ്രീ വി ആർ അനൂപ്, ഞാൻ കോൺഗ്രസിലെ നേതാക്കൾ പറഞ്ഞ കാര്യത്തെയാണ് ചൂണ്ടിക്കാണിച്ചത്. BJP-യുടെ അതേ നിലപാട് കോൺഗ്രസ് എടുക്കുന്നു എന്ന് തോന്നുന്നത് കൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് മറിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. ആ ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം പോയേ തീരൂ എന്നും അവിടെ ആ രാമക്ഷേത്രത്തെ ഈ രൂപത്തിൽ തന്നെ ആ ചടങ്ങുകൾ കഴിക്കേണ്ടതുണ്ട് എന്നും അവിടെ മോദി എത്തുന്നത് അതുമാത്രമാണ് തെറ്റായി കാണുന്നത് കോൺഗ്രസ്. CPM-ന്റെ ഒരു നേതാക്കളും ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നൊക്കെ സ്മൃതി പറയുമ്പോൾ കേരളം പോലെ സുരക്ഷിതമായൊരിടത്തിൽ കോൺഗ്രസ് അതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു രാഷ്ട്രീയ തീരുമാനമെടുത്തപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ എതിർത്ത സംഘടന ഏതാ? NSS അതിനെ അപലപിച്ചു. കോൺഗ്രസ് പങ്കെടുക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. കോൺഗ്രസിൻ്റെ തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞു. NSS എടുത്ത ഒരു നയപരമായ തീരുമാനമാണ്. NSS-ൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ NSS-ൻ്റെ ലെറ്റർ പെഡിലെടുത്ത തീരുമാനം. NSS-ൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമായ KB ഗണേഷ് കുമാർ ഇപ്പോഴും എതിർത്തിട്ടില്ലല്ലോ, അതിനെ പരസ്യമായി തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ ഇപ്പോഴും തുടരുകയല്ലേ. കേരളത്തിൽ പോലും അക്ഷതം സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ശൈലജ ടീച്ചറുടെ ഭർത്താവ് അക്ഷതം സ്വീകരിച്ചു. കേരളത്തിൽ പോലും ഇതാണ് സ്ഥിതി. അപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിനെ കുറ്റം പറയാനുള്ള ധാർമ്മികമായ അടിത്തറ CPM-നില്ല എന്നുള്ളതിൽ വസ്തുത. കേരളം പോലെ സുരക്ഷിതമായ ഇടത്തിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന CPM-ന് പോലും അതിൻ്റെ ഒരു മന്ത്രിസഭാ അംഗത്തെ ഈ പറയുന്ന രാഷ്ട്രീയ നയപരിപാടിയിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നില്ല. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിനു മുൻപും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് രാഷ്ട്രീയമായി ഇതിൽ പങ്കെടുക്കുമെന്നുള്ളൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ തീരുമാനം പ്രഖ്യാപിച്ചു. പക്ഷേ കോൺഗ്രസ്സിലും അതിനോട് വിയോജിപ്പുള്ള ആളുകളുണ്ടായിരിക്കും. പക്ഷേ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കലായ ഡിസിഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൽ സാധ്യമായൊരു മികച്ച തീരുമാനം എടുത്തിരിക്കുന്നു. അതിന് കോൺഗ്രസ് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ്. പക്ഷേ കോൺഗ്രസിനെ ഇതിൻ്റെ പേരിൽ പരിഹസിക്കുന്ന, കോൺഗ്രസിന് ഇതിൻ്റെ പേരിൽ നിരന്തരം ഈ പറയുന്ന നിങ്ങളെടുക്കുന്ന നിലപാട് ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ചുരുങ്ങിയത് കേരളത്തിലെങ്കിലും കോൺഗ്രസിനെ പോലെ അത്ര വലിയ ബാധ്യതകളില്ലാത്ത, കോൺഗ്രസിനെ പോലെ വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കാനില്ലാത്ത CPM കേരളത്തിലൊരു ധീരമായ രാഷ്ട്രീയമായ നിലപാട് ഗണേഷ് കുമാറിനോട് NSS-ന് തള്ളിപ്പറയാൻ ആവശ്യപ്പെടുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന അത് ചോദിക്കാൻ ഒരു CPM പ്രതിനിധിയല്ല. CPM പ്രതിനിധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് ചോദിക്കാം. ശ്രീ VS സനോജ്, ഇപ്പോൾ പ്രതിപക്ഷത്ത് ഈ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടാണ് എന്ന് പോലും കരുതാനാകില്ല. ഇപ്പോൾ ആകെ തൃണമൂൽ കോൺഗ്രസ് മാത്രമാണ് തിങ്കളാഴ്ച മതസൗഹാർദ്ദ റാലി നടത്തും, അതായത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പരിപാടി നടത്തും എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാവരും തന്നെ അന്നില്ലെങ്കിൽ മറ്റൊരു ദിവസം എന്ന രൂപത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോൾ കേജ്രിവാൾ ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തിന് ശേഷം കുടുംബവും എത്തുപോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരത് പവാറും ഈ പ്രതിഷ്ഠാ ദിനത്തിന് ശേഷം പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്ത് കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞല്ലോ. അന്നേ ദിവസം പോകുന്നില്ല എന്നത് മാത്രമാണ് അവരുടെ നിലപാട്. അപ്പോൾ പ്രതിപക്ഷത്തും ഏതാണ്ട് ഈ കാര്യങ്ങളിൽ BJP-യുടെ നിലപാടിനോട് യോജിക്കുന്നു എന്ന രൂപത്തിൽ താങ്കൾ കാണുന്നുണ്ടോ? നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ബാബറി മസ്ജിദ് ഉണ്ടാക്കിയിരിക്കുന്ന മുറിവുകൾ എല്ലാവരും മറന്നു കഴിഞ്ഞു. ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൾച്ചറൽ ഇംപ്ലിക്കേഷൻസ് എന്താണ് എന്നുള്ളത്, മറ്റൊരു കാര്യം എന്താണ് ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇക്കണോമി, ഈ രണ്ട് കാര്യങ്ങളാണ്. അതായത് പല രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയാണ് ഇത് ഒഴിവാക്കാനാവാത്ത കാര്യമായി മാറുന്നത്, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരുന്നത് കുറേ നാളുകൾ കൊണ്ട്, കോൺഗ്രസ് ഉൾപ്പെടെ. മറ്റു പാർട്ടികൾക്ക് അവരുടെ ഈ പറയുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ ഏത് രീതിയിൽ ഈ പറയുന്ന നമ്മളൊക്കെ എപ്പോഴും സംസാരിക്കുന്ന പോളറൈസേഷൻ എങ്ങനെ സൃഷ്ടിക്കുന്നതിന് കൂട്ടുനിൽക്കാനോ, അല്ലെങ്കിൽ അവർക്കത് അവരുടെ പെർസെൻറ്റേജ് ഗ്രാബ് ചെയ്യാൻ വേണ്ടി എത്ര കണ്ട് ഇതിനോട് സിമ്പതൈസ് ചെയ്തോ, ഇതിനെ നോർമലൈസ് ചെയ്തോ നിൽക്കാം എന്നുള്ളതാണ് ഓരോ പാർട്ടികളും സത്യത്തിൽ വിലയിരുത്തുകയോ അല്ലെങ്കിൽ അതിൽ ഇടപെടാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത്. മറ്റൊന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പഴയ ചരിത്രമൊക്കെ ഇനി പറഞ്ഞ് സമയം കളയേണ്ടതില്ല എന്ന് തോന്നുന്നു. കാര്യം
കോൺഗ്രസിന് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചരിത്രപരമാണ്. അത് ഇപ്പം 89 രാജീവ് ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നത് അയോധ്യയിൽ നിന്നാണ് നമുക്കറിയാം. അതിന് മുമ്പത്തെ കാര്യങ്ങൾ അറിയാം. നരസിംഹറാവിൻ്റെ കാലത്താണ് പള്ളി പൊളിക്കുന്നതെന്നറിയാം. ഇതൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ 50കളുടെ കാലത്ത് എങ്ങനെയാണ് അവിടുത്തെ കോൺഗ്രസിൻ്റെ എന്നല്ല, ഇപ്പോൾ ഹിന്ദു മഹാസഭയും അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളും അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനൊക്കെ ചേർന്നിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം എന്നുള്ള മുഴുവൻ ചരിത്രവും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആ ചരിത്രം ശരിയല്ല എന്ന് മണിശങ്കർ അയ്യർ പറയുന്നുണ്ട്. വി എസ് അനോജ്, അതിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഈ ബാബറി മസ്ജിദ് ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധിയല്ല, BJP നിയോഗിച്ച അരുൺ നെഹ്റുവാണെന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹം പുസ്തക പ്രകാശനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നരസിംഹറാവുവിന്റെ സ്ഥാനത്ത് രാജീവ് ഗാന്ധി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി എങ്കിൽ മസ്ജിദ് ഇപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. അവിടെ ക്ഷേത്രം പണിയണം എന്നുള്ളത് രാജീവിന്റെ തീരുമാനമായിരുന്നു. അതേസമയം മസ്ജിദ് പൊളിക്കാൻ പാടില്ല എന്നതും രാജീവ് ഗാന്ധിയുടെ നിലപാടായിരുന്നു എന്നാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ പറയുന്നത്. അല്ല, രാജീവ് ഗാന്ധിക്ക് പള്ളി പൊളിക്കണം നിലപാടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞത് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു എന്നാണ്. അത് ശരിയുമാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ അടുത്ത് ശേഖർ ഗുപ്ത എഴുതിയ ലേഖനം വായിച്ചാൽ മതി. മണിശങ്കർ അയ്യർ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ എങ്ങനെയാണ് ഈ ആൾമൈറ്റി, നമ്മൾ പറയുന്ന ആൾമൈറ്റി പേഴ്സണാലിറ്റി കൾട്ടുകൾ ഉണ്ടാകുന്നത്? അതായത് നെഹ്റുവിൻ്റെയും ഇന്ദിരയുടെയും സമയം വരത്തേക്കും ഈ പറയുന്ന ഹിന്ദു മെജോറിറ്റിയെ കൂടെ നമ്മൾ വളരെ ഇൻക്ലൂസീവായിട്ട്, അല്ലെങ്കിൽ അവരെ തന്നെ അവരുടെയും കൂടെ സമ്മതപ്രകാരമോ അല്ല അവരെയും കൂടെ ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു ക്രോസ് സെക്ഷനെ എങ്ങനെ ആണ് വോട്ടർമാരായിട്ട് നിലനിർത്തുന്നതെന്നും എപ്പോൾ മുതൽ ഇതിൽ നിന്ന് പതിയെ ഇടറിപ്പോകുന്നു എന്നുള്ളത് രാജീവ് ഗാന്ധിയിൽ നിന്ന് തുടങ്ങി പിന്നീട് എങ്ങോട്ടാണ് കൈവിട്ടു പോകുന്നത്. ഇപ്പം മനഃപൂർവ്വം രാജീവ് ഗാന്ധി അതിലേക്ക് വന്നിരിക്കാനിടയില്ല. അദ്ദേഹം ചിലപ്പോൾ പിന്നീട് ഇത് സംഭവിക്കുമെന്ന് വിചാരിച്ച് കാണില്ല. ഇതിനെക്കുറിച്ച് ശേഖർ ഗുപ്ത കഴിഞ്ഞ ഇപ്പോൾ കുറച്ചു കാലം മുമ്പ് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. അത് വളരെ കൃത്യമാണ്. കാരണം നെഹ്റുവിനുണ്ടായിരുന്ന വീക്ഷണവും അതിനുശേഷം ഇന്ദിരയുടെ സമയത്ത് ഇന്ദിര കുറച്ചെങ്കിലും അവരുടെ ഒരു ഒരു രുദ്രാക്ഷം, ഒരു ബിംബം ഒക്കെ ഉണ്ടാക്കിയെങ്കിലും ഒരിക്കലും അവർ വേറെ തരത്തിലുള്ള മറ്റു വിഭാഗങ്ങളുമായി ചേർന്നിട്ട് ഒരു അസോസിയേഷൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് എങ്ങനെയാണ് ഇത് കൈവിട്ടു പോകുന്നതെന്നുള്ളത് മാത്രം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ബേസിക് പ്രശ്നം ഇതല്ല. അതായത് അയോധ്യയിൽ ഇപ്പോൾ രാമക്ഷേത്രം വരുന്നു. ഇത് ഇന്ത്യയുടെ മൊത്തം വികാരമാണ് എന്ന് KVS ഹരിദാസ് സാർ പറയുന്നു. ഒന്നാമത് രാമൻ തന്നെ ഇന്ത്യയുടെ പൊതു വികാരമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് മുലായം സിംഗ് യാദവ് പണ്ട് 2017 പ്രസംഗിച്ചപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് രാമൻ എങ്ങനെയാണ് എല്ലാവരുടെയും ഒരു പൊതുവികാരമാവുന്നത്? ഒന്നാമത് ഇന്ത്യയിലെ എല്ലാ മേഖലകളിലേക്കും പൊതുസ്വീകാരനായ ഒരു കഥാപാത്രമോ ഒരു ബിംബമോ അല്ല രാമൻ എന്നിരിക്കെ, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ മേഖലകളിൽ ശ്രീകൃഷ്ണനായിരുന്നു കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു ദൈവം എന്നിരിക്കെ എന്തുകൊണ്ടാണ് രാമൻ ഒരു കൾട്ടായിട്ട് മാറുന്നതോ അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ BJP ശ്രമിക്കുന്നതിന് പൊളിറ്റിക്കൽ റീസൺസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിൻ്റെ 22-ാം തീയതി നമ്മൾ ഈ പറയുന്ന കോൺസിക്രേഷൻ നടന്നു കഴിയുമ്പോൾ ഫെബ്രുവരിയിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരികയാണ്. ഇത് ആരുടെ ആവശ്യമാണ് അല്ലെങ്കിൽ ആരാണ് ഇതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബേസിക് പ്രശ്നം. മറ്റൊന്ന് അതിൽ ഇത് RSSന്റെ പ്രധാനപ്പെട്ട അജണ്ടയാണ് എന്നുള്ളത് ഒരു രഹസ്യമല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു അജണ്ട അവർ മുന്നിൽ കാണുകയും ആ അജണ്ട നടപ്പാക്കുകയും ചെയ്യുമ്പോൾ ഓരോന്നായി നടപ്പാക്കുകയാണല്ലോ. അങ്ങനെ 100ാം വാർഷികത്തിന് മുൻപ് തന്നെ ആ അജണ്ട നടപ്പാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ശ്രീ അനൂപ്, താങ്കളോടാണ് ചോദ്യം. ഇപ്പോൾ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാൻ പോകുന്നത് അയോധ്യ തന്നെയാണ്. അപ്പോൾ കോൺഗ്രസ് അതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? BJPയെ സംബന്ധിച്ച് ഈ ജനുവരി 22 നടക്കാൻ പോകുന്നത് അയോധ്യയിലെ ശ്രീരാമ പ്രതിഷ്ഠയല്ല, മറിച്ച് മോദിയെ ഹിന്ദു ഹൃദയ സാമ്രാട്ടായി പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അയോധ്യയിലേക്ക് വരുന്ന ശ്രീരാമനെ അയോധ്യ നിവാസികൾ ദീപം കൊളുത്തി സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് മോദിയുടെ വരവിനെ വലിയൊരു ആഘോഷമാക്കി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മോദി പലവിധ ഗവൺമെൻറ് പ്രൊജക്റ്റുകളുടെ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനുമായൊക്കെ ബന്ധപ്പെട്ട് വന്ന പ്രൊജക്റ്റുകളുടെ ഉദ്ഘാടന സമയത്ത് മോദിയെ സ്വീകരിക്കുന്നത്. ഇപ്പോൾ മോദി എന്ന് പറയുന്ന ഇന്ത്യയിലെ ദീർഘനാളത്തെ ഈ പറയുന്ന സംഘപരിവാർ പറയുന്ന ഇൻവെർട്ടഡ് കോമയ്ക്കകത്തുള്ള ഹിന്ദുവിനെ സാക്ഷാത്കരിക്കുന്ന, അവരുടെ സ്വപ്നങ്ങൾ സാധ്യമാക്കിയ ഒരു ആരാധ്യ പുരുഷൻ്റെ അധികാരത്തെ ഉറപ്പിക്കുന്ന തരത്തിലുള്ള വലിയ പ്രചരണ പരിപാടികളാണ് നടത്തുന്നത്. മോദിയുടെ അധികാരവാഴ്ചയുമായി ബന്ധപ്പെട്ട് മുൻപേ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. മോദി ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഒരേ സമയം മോദി മിലിറ്റന്റ് ഹിന്ദുത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നതിനോടൊപ്പം അദ്ദേഹം കോർപ്പറേറ്റ് ഫാസിസത്തിൻ്റെ കൂടി പ്രതിനിധിയാണ്. അതുകൊണ്ടാണ് അയോധ്യയുമായി ബന്ധപ്പെട്ട് ഉയർന്ന
പുതിയ റിയൽ എസ്റ്റേറ്റ് വാണിഭങ്ങളെക്കുറിച്ചുള്ള കഥകളൊക്കെ വരുന്നത്. അയോധ്യയിൽ സത്യത്തിൽ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന പുതിയൊരു നഗരവൽക്കരണ പദ്ധതിയുണ്ട്. ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു ടെറിട്ടറി സ്വന്തമാക്കുകയും അവിടുത്തെ ഭൂമി വളരെ ചുരുങ്ങിയ വിലയ്ക്ക് തങ്ങളുടെ ചങ്ങാത്ത മുതലാളിത്തവുമായി ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും ആ സ്ഥലങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളടക്കമുള്ള വിഭാഗങ്ങളെ നഗരപ്രാന്തങ്ങളിൽ നിന്ന് പുറത്തേക്ക് തമസ്കരിക്കാനും ബഹിഷ്കരിക്കാനുള്ള വലിയ പരിശ്രമം നടക്കുകയാണ്. അയോധ്യ എന്ന് പറയുന്നത് സംഘപരിവാറിനെ സംബന്ധിച്ച് ഒരു സങ്കല്പ നഗരമാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പോൾ ഗുരുവായൂർ ഒരു ക്ഷേത്ര നഗരമാണെന്ന് വിചാരിക്കുക. അതിനടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ ചാവക്കാടൊക്കെയാണ്. അപ്പോൾ അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണെങ്കിൽ ഒരു വലിയ പ്രൊജക്റ്റ് പ്രഖ്യാപിച്ച് ഇവിടെ നിന്ന് ആളുകളെ അതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് തള്ളിമാറ്റുകയാണ്. അയോധ്യ ഒരേ സമയം ക്ഷേത്ര നഗരവുമായിരിക്കുമ്പോൾ തന്നെ പഴയ നവാബി പാരമ്പര്യമുള്ള മുസ്ലിം സംസ്കാരത്തിൻ്റെ തന്നെ ആവാസ സ്ഥലികളാണ്. അതിനെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ, അത് ഉത്തരേന്ത്യയിലെ ഏത് നഗരത്തിലേക്ക് നോക്കിയാലും ഒരു ഏകദാനമായ സംസ്കാരത്തിൻ്റെ രൂപമൊന്നുമല്ല. എല്ലായിടത്തും ഈ പറയുന്ന വാരണാസിയിലേക്ക് നോക്കിയാലും ബനാറസും ഉണ്ട്, വാരണാസിയുണ്ട്, ദില്ലി പഴയ ദില്ലിയുണ്ട്, പുതിയ ദില്ലിയുണ്ട്. പക്ഷേ ഇവിടെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളെ അല്ലെങ്കിൽ സ്മരണകളെ സാംസ്കാരിക ചിഹ്നങ്ങളൊക്കെ തമസ്കരിക്കുകയും പൂർണ്ണമായി ഹിന്ദുത്വവൽക്കരിക്കുകയും ചെയ്യുക മാത്രമല്ല, മുസ്ലിങ്ങളെ നഗരത്തിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന ഒരു പുതിയ പ്രൊജക്റ്റ് കൂടി മോഡി കൊണ്ടുവരുന്നുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയുക ഒരു പക്ഷേ ഇസ്രായേലൊക്കെ പാലസ്തീനിൽ നടത്തിയ അധിനിവേശം പോലെയാണ്. ആളുകളെ അഭയാർത്ഥികളാക്കുക, അവിടെ ജീവിച്ചു വളർന്ന ആളുകളെ പുറത്തേക്ക് ഓടിപ്പിക്കുക, അങ്ങനെ വളരെ വിശാലമായ ഇന്ത്യയിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ നഗര വികസന മാതൃക മോഡി മുന്നോട്ട് വയ്ക്കുന്നു. അതിൻ്റെ ഈ പറയുന്ന ഹിന്ദുക്കളുടെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായി കാണുകയും അതേസമയം വെറുപ്പിനെ വിതരണം ചെയ്യുകയാണ്. മുസ്ലിങ്ങളെ തോൽപ്പിക്കുന്നു, മുസ്ലിങ്ങളെ മാറ്റുന്നു, മുസ്ലിങ്ങളില്ലാത്ത ഒരു പുതിയ ഇന്ത്യയുടെ മാതൃകയാണ് മോഡി മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മളിപ്പോൾ പുതിയ ക്ഷേത്രത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നുള്ളതാണോ പ്രധാനമന്ത്രിയും ഈ കേന്ദ്ര സർക്കാരും ഉദ്ദേശിക്കുന്നത്? ഈ അയോധ്യയിൽ തന്നെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ഈ മുസ്ലിം വിഭാഗത്തെ എങ്ങനെയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ശ്രീ അനൂപ് ചൂണ്ടിക്കാണിച്ചു. അതൊരു യാഥാർത്ഥ്യമാണ്, അത് പലയിടത്തായി കാണുന്നുണ്ട്. ഇന്നിപ്പോൾ നോക്കൂ, ഇന്നുണ്ടായ സംഭവം ഡൽഹിയിലെ ബാബർ റോഡ്, ആ ബാബർ റോഡിന്റെ പേര് ഹിന്ദുസേന മാറ്റി എഴുതുകയാണ് അയോധ്യ മാർഗെന്ന്. ഇതിനൊക്കെയുള്ള ധൈര്യം ഏത് രൂപത്തിലാണ് കിട്ടുന്നത്? അങ്ങനെ ആകേണ്ടതുണ്ട് എന്ന തീരുമാനം എവിടെ നിന്നാണ് വരുന്നത്? എത്ര റോഡുകളുടെയും എത്ര സ്ഥലങ്ങളുടെയും പേര് മാറ്റി? ഞാൻ ഓരോന്നോരോന്നായിട്ട് വരാം. ഞാൻ സ്മൃതി ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകാം. ആദ്യം കോൺഗ്രസ്സുകാരുടെ രാഷ്ട്രീയത്തെ തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ്സുകാരെടുക്കുന്ന നിലപാടുകളെ ന്യായീകരിക്കാനും സാധൂകരിക്കാനുമാണല്ലോ ശ്രമിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, 1947 സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടന്നത്. ചരിത്രമാണ് അത്. മുഹമ്മദ് ഗസ്നി തകർത്തിട്ട് പോയ ക്ഷേത്രമാണ്. ആ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടി സർദാർ പട്ടേലിനൊപ്പം മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. നെഹ്റു ഗവൺമെൻറ് അധികാരമേറ്റതിന് ശേഷം പട്ടേൽ നടത്തിയ ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊന്ന് സോമനാഥത്തിൻ്റെ പുനർനിർമ്മാണമായിരുന്നു. അത് ഇന്ത്യയുടെ സ്വാഭിമാനം വീണ്ടെടുക്കാൻ അത് ആവശ്യമാണ് എന്നതായിരുന്നു സർദാർ പട്ടേലിന്റെ നിലപാട്. അതിനോട് രാജേന്ദ്ര പ്രസാദ് യോജിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി എന്തുകൊണ്ട് വിട്ടുനിന്നു? പറയട്ടെ ഞാൻ പൂർണ്ണ സ്മൃതി, ഞാൻ അതിലേക്കാണ് വരുന്നത്. അല്ല, ഞാൻ പറയട്ടെ. ഞാൻ എന്ത് പ്രധാനമന്ത്രി വിട്ടു നിന്നാലും ഇല്ലെങ്കിലും നരസിംഹറാവുവിൻ്റെ സർക്കാർ ഖജനാവിൽ നിന്ന് പണം എടുത്തിട്ടാണ് സോമനാഥ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടത്തിയത്. അതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്തു. നെഹ്റു പങ്കെടുത്തിട്ടുണ്ടാവില്ല, പക്ഷേ നെഹ്റു ഉൾപ്പെട്ട ക്യാബിനറ്റ് അനുമതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പണം ഉപയോഗിച്ചിട്ടാണ് സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടന്നത്. യഥാർത്ഥത്തിൽ സോമനാഥത്തിൻ്റെ പുനർനിർമ്മാണം നടന്നതുപോലെ തന്നെ വിദേശ അക്രമികൾ തകർത്ത മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെയും പുനർനിർമ്മാണം നടത്താൻ അന്ന് ഗവൺമെൻറ്റിന് കഴിയുമായിരുന്നു. ഈ അയോധ്യ വിവാദങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഈ നെഹ്റു കുടുംബത്തിൻ്റെ മുസ്ലിം അപ്പീസ്മെൻറ്റ് പോളിസി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് അത് നടക്കാതെ പോയത്. അത്രയേ ഉള്ളൂ അതിനകത്ത് വ്യത്യാസം. പക്ഷേ അതേ നെഹ്റു കുടുംബത്തിൽ നിന്നൊരാൾ
ആ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ പ്രധാനമന്ത്രിയായ സമയത്താണ് അവിടെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ലോക്ക് തുറന്നു കൊടുത്തിട്ട് ദർശനത്തിനും പൂജയ്ക്കും നിത്യപൂജയ്ക്കും അനുമതി കൊടുക്കുന്നത്. അത് നമ്മൾ ഓർക്കണം 1986. അതിനെയാണ് ഇപ്പോൾ മണിശങ്കർ അയ്യർ അരുൺ നെഹ്റു ചെയ്തതാണ് എന്ന് പറയുന്നത്. അരുൺ നെഹ്റുവും രാജീവ് ഗാന്ധിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആ കാലത്തെ രാഷ്ട്രീയം അറിയാവുന്നവർക്കറിയാം എത്രത്തോളം ആത്മാർത്ഥമായ ബന്ധമായിരുന്നു. ഇന്റേണൽ സെക്യൂരിറ്റിയുടെ വകുപ്പ് മന്ത്രിയായിരുന്നു അരുൺ നെഹ്റു. പക്ഷേ രാജീവ് ഗാന്ധിയും അരുൺ നെഹ്റുവും തമ്മിലുള്ള ബന്ധം അറിയാവുന്നവർക്ക് ഈ വിവരക്കേടുകൾ പറഞ്ഞാൽ ബോധ്യമാവില്ല. രണ്ടാമത്തെ കാര്യം 89 നവംബറിലാണ് പറയട്ടെ, എവിടെയെങ്കിലും ആകട്ടെ, 86 കാര്യമാണ് ഞാൻ പറയുന്നത്. 89 പറഞ്ഞ 89 കർസേവയ്ക്ക് വന്നപ്പോൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ കർസേവയ്ക്ക് ഒരുക്കം നടത്തിയപ്പോൾ അതിന് അനുമതി കൊടുത്തത് രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ്റാണ്. ബൂട്ടാ സിംഗ് പോയി നീന്തു. കർസേവയിൽ പങ്കെടുക്കാൻ അന്ന് രാജീവ് ഗാന്ധി വരാൻ പോലും തയ്യാറായി. കോൺഗ്രസ്സുകാർ അത് വേണ്ട എന്ന് തീരുമാനിച്ചു. അതിനുശേഷമാണ് 89 നവംബറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം നേരത്തെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചത് അയോധ്യയിൽ നിന്ന് തുടങ്ങിയത്. അപ്പോൾ അയോധ്യയെ രാഷ്ട്രീയമായിട്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കഴിയും എന്ന് കോൺഗ്രസ്സുകാർ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കാര്യത്തിൽ. അതേ ഉള്ളൂ വ്യത്യാസം. ഇന്നിപ്പോ എന്താ പ്രശ്നം? കോൺഗ്രസ്സുകാർക്ക് വരാമല്ലോ, അതിലെ നേതാക്കന്മാരെ മുഴുവൻ അവരെ പള്ളി പൊളിച്ചിട്ടാണ് ക്ഷേത്രം പണിതത് എന്ന വിനയം ഈ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നിടത്താണ് ബി ജെ പിയുടെ നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്നത്. പള്ളി പൊളിച്ചിട്ടാണ്, പള്ളി പൊളിച്ചു എന്നുള്ളത് തന്നെയാണല്ലോ കോടതിയുടെ കണ്ടെത്തൽ. പള്ളി പൊളിച്ച ശേഷം ക്ഷേത്രം പണിയുകയാണല്ലോ. ഏതായാലും പള്ളി പൊളിച്ചു, ഇനി ഒരു ഒത്തുതീർപ്പ് നിലയ്ക്കാണ് കോടതി വിധി എന്നത് നമ്മുടെ മുന്നിലുണ്ട്. അവിടേക്ക് വിഗ്രഹങ്ങൾ കൊണ്ടുവെക്കുകയായിരുന്നെന്നും കോടതി വിധിയിൽ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പറയാൻ പാടില്ല. അല്ല സ്മൃതി 949 മുതൽ രാമന്റെ വിഗ്രഹം അവിടെയുണ്ട്, തർക്കമന്ദിരത്തിലുണ്ട്. ആ തർക്കമന്ദിരം നിർമ്മിച്ചത് അയോധ്യയിലെ രാമക്ഷേത്രം പൊളിച്ചിട്ടാണ് എന്നുള്ള വിധി ആ കണ്ടെത്തലും ASIയുടെ കണ്ടെത്തലും ഈ വിധിന്യായത്തിലുണ്ട്. അതൊന്നും മറന്നുപോയത്. ഒരു വിദേശാക്രമി വന്നിട്ട് ശ്രീരാമന്റെ ജന്മസ്ഥലത്ത് സുപ്രീം കോടതി വിധിയിൽ അത് പറയുന്നില്ല. അതിന് തെളിവില്ലെന്നാണ് പറയുന്നത്. ASIയുടെ കണ്ടെത്തലുണ്ട്. ഞങ്ങൾ പറയട്ടെ. പിന്നെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞല്ലോ 86 മുതൽ രാമൻ്റെ വിഗ്രഹത്തിന് നിത്യപൂജ നടക്കുന്നുണ്ട് അവിടെ. ഈ തർക്ക മന്ദിരത്തിൽ 986 മുതൽ നിത്യപൂജയുണ്ട്. ആ നിത്യപൂജയ്ക്കുള്ള മേശാന്തിക്ക് ശമ്പളം കൊടുക്കുന്നത് UP സർക്കാരാണ്. അതുപോലും നമ്മൾ ഓർക്കണം. അതും കഴിഞ്ഞിട്ടാണ് ഈ 92-ലുള്ള സംഭവം ഉണ്ടാകുന്നത്. അതൊരു തർക്ക മന്ദിരമായിരുന്നു. ആ തർക്ക മന്ദിരം ഇടിഞ്ഞു വീണു. കഴിഞ്ഞ 10, 40, 50 വർഷമായിട്ട് ഒരു മുസ്ലിം പോലും പോയി പ്രാർത്ഥിക്കാത്ത ഒരു തർക്ക മന്ദിരം, ഒരു കെട്ടിടം, അത് തകർന്നു വീണു എന്നുള്ളത് ശരിയാ. അതിനുശേഷമാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ വീണതിലൊന്നും ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല. ഇത്തരം കെട്ടിടങ്ങൾ, ഇത്തരം തർക്ക മന്ദിരങ്ങൾ, രാമന്റെ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചിട്ടുള്ള തർക്ക മന്ദിരങ്ങളൊക്കെ തകരേണ്ടത് തന്നെയാണ്. അതാണ് സർദാർ പട്ടേൽ കാണിച്ചു തന്നത്. കോൺഗ്രസ്സുകാർക്കുള്ള ശ്രീ KVS ഹരിദാസ്, നിങ്ങൾക്ക് സ്വീകാര്യമായ ചില വാചകങ്ങൾ മാത്രം എടുത്തു പറയുമ്പോൾ മഹാത്മാഗാന്ധി ഒന്ന് കേൾക്കൂ ശ്രീ KVS ഹരിദാസ്. 1946 സെപ്റ്റംബർ 16 ഒരു ക്രൈസ്തവ മിഷണറിയുമായി നടത്തിയ സംഭാഷണത്തിൽ ഗാന്ധി പറയുന്നു, താനൊരു ഏകാധിപതിയാണെങ്കിൽ മതവും ഭരണകൂടവും പരിപൂർണമായും വേർപെട്ടിരിക്കും. ഞാൻ എൻ്റെ മതത്തോട് പ്രതിജ്ഞാബദ്ധനാണ്, ഞാൻ അതിനുവേണ്ടി മരിക്കും. പക്ഷേ അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഭരണകൂടത്തിന് അതിൽ ഒരു പങ്കുമില്ല. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഭരണകൂടമാണ് എല്ലാ കാര്യത്തിനും മുന്നോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഗാന്ധിയെ പൂർണ്ണമായും തള്ളുകയാണ്. അല്ല, ഈ ഭരണകൂടത്തിന് ആരാധനയിലും ക്ഷേത്രങ്ങളിലും പങ്കില്ലെങ്കിൽ കേരളത്തിൽ എന്താ ഇവർ കാട്ടിക്കൂട്ടുന്ന സ്മൃതി?
താങ്കൾ രണ്ട് ഇതിലേക്ക് വരൂ, മുന്നണികളും അയോധ്യയിലേക്ക് അമ്പലങ്ങളുടെ വരൂ. മുകളിൽ കയറി താങ്കൾ അയോധ്യയിലേക്ക് ഈ വരൂ. അമ്പലങ്ങളുടെ നമ്മളിപ്പോൾ ഭരണം അയോധ്യയല്ല മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അതിനൊരു വ്യക്തമായ മറുപടി പറഞ്ഞ് അല്ലല്ല നമുക്ക് കേരളത്തെ അല്ലല്ല വിമർശിക്കാം. കേരളത്തെ ഞാൻ പിന്നെ പറഞ്ഞ- വിമർശിക്കാം. താങ്കൾ ഇതിന് മറുപടി അല്ല, പറയൂ. ഗാന്ധി പറഞ്ഞതിനെ ഞാൻ പറയാം. ഗാന്ധി പറഞ്ഞത് ഞാൻ തെറ്റാണ് എന്ന പറയുന്നത് നിലപാടാണോ ഞാൻ BJP ക്ക്? പറയുന്നത് ഇത്തരം സ്മൃതി, അല്ല, ഇത്തരം പോളിസീസിനൊന്നും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. മഹാത്മാഗാന്ധി പറഞ്ഞതിനോട് പല BJP ക്ക് അഭിപ്രായങ്ങളും നിലപാടില്ല, പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ഗാന്ധിയുടെ ശ്രീ കെ. അഭിപ്രായങ്ങൾ സർദാസ്, നെഹ്റു പോലും സ്വീകരിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞതിനോട് BJP ക്ക് നിലപാടില്ല, അത് തള്ളിക്കളയും. ഞാൻ പറഞ്ഞു അല്ലെന്ന്. അങ്ങനെയല്ല. എന്നാ അതിന് ഗാന്ധിജി മറുപടി പല പറയൂ. അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. KVS, ഗാന്ധിജി അതിന് പറഞ്ഞ മറുപടി പറയൂ. അഭിപ്രായങ്ങളും പലതും മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അഭിപ്രായവും പല ഒരു അഭിപ്രായങ്ങളും അഭിപ്രായവും ഇപ്പോൾ BJP ചെയ്യുന്ന കാര്യങ്ങളോട് നിരാകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ യോജിക്കുന്നതല്ല. അല്ല, ഇത് പഴയ ചരിത്രം പറഞ്ഞ് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഭരണകൂടത്തിന് അവകാശമില്ല എന്നൊന്നും പറഞ്ഞുകൂടാ. അത് ശരി. ഒരു ക്ഷേത്രങ്ങളുടെ കാര്യം മാത്രം, രാജ്യത്തിന്റെ അല്ലേ? കുറെ കോടാനുകോടി ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ശരി, കോടാനുകോടി വിശ്വാസികൾ ഇവിടെ ഹിന്ദുമത വിശ്വാസികൾ മാത്രമാണോ ഈ രാജ്യത്തുള്ളത്? ശ്രീ KVS സർദാസ്, ഹിന്ദുക്കളുടെ പ്രധാനമന്ത്രിയാണോ നരേന്ദ്രമോദി? ഹിന്ദുക്കളുടെ മാത്രം പ്രധാനമന്ത്രിയാണോ? സ്മൃതി, ഞാനൊരു കാര്യം ചോദിച്ചു. ഒരു പള്ളിയുടെ കാര്യത്തിൽ, ഒരു മുസ്ലിം പള്ളിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ കാര്യത്തിൽ സർക്കാരിന് കയറി ഇടപെടാൻ കഴിയുന്നുണ്ടോ? അതിനുള്ള ചങ്കുറപ്പ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ടോ? ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ കാര്യം ചോദിക്കുമ്പോൾ താങ്കൾ എന്തിനാണ് നേരെ കേരളത്തിലേക്ക് വരുന്നത്? താങ്കൾ ആദ്യം രാജ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനം പറയൂ. നിങ്ങളാണല്ലോ ഇവിടെ, രാജ്യം മുഴുവൻ BJP ആണല്ലോ, അല്ലേ? കേരളത്തിന്റെ കാര്യമല്ല, രാജ്യത്തിന്റെ ഭരിക്കുകയാണല്ലോ നിങ്ങൾ. കൂടുതൽ സംസ്ഥാനങ്ങൾ നിങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്രം നിങ്ങളുടേതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന നിലപാട് ആദ്യം വിശദീകരിക്കൂ, എന്നിട്ട് ഈ കേരളത്തിലേക്ക് വരാന്നേ. ഉണ്ട് സ്മൃതി. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയം ഇങ്ങനെ പല ട്രാക്കുകളിലിട്ട് ഇത് ചർച്ച ചെയ്ത് സമയം കളയുന്നു മാത്രമേ ഉള്ളൂ. പഴയ ചരിത്രം പറഞ്ഞത് എവിടെയും തീരില്ല. അല്ല, ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടി വരില്ലേ സനോജ്? ഇപ്പോൾ ഇതൊക്കെ മറന്നുകൊണ്ട് ഒരു ആഘോഷത്തിലേക്ക് നീങ്ങുകയാണല്ലോ. അതെ, അതിനേക്കാൾ അപകടകരമായ കാര്യങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭരണകൂടത്തിന് എന്താണ് കാര്യം എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടതല്ലേ? അതെ, പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അതിനേക്കാൾ അപകടകരമായ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം അവിടെ എങ്ങനെയാണ് കൾച്ചറൽ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ വിഷയം പഴയ ചരിത്രത്തിലേക്ക് പോയാൽ ഇത് എത്ര മണിക്കൂർ ചർച്ച ചെയ്താലും തീരില്ല, കാരണം അതിൻ്റെ അതർ സൈഡ് പറയേണ്ടി വരും. പക്ഷേ ഇപ്പം എന്താ നടക്കുന്നത്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൾച്ചറൽ ഇംപ്ലിക്കേഷൻ എന്താണ്, അതിൻ്റെ പൊളിറ്റിക്കൽ ഇക്കണോമി എന്താണ്. അതായത് ഇപ്പോൾ അവിടെ നടക്കുന്ന, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്, പ്രിന്റിൽ വന്നൊരു വാർത്തയുണ്ട്. എന്താണ്? സരയൂ നദിയുടെ തീരത്ത് നമുക്കറിയാം ജംതാര എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അയോധ്യ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഇക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ലാൻഡ് ടൈം സിറ്റി മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി കഴിഞ്ഞ മാസം വാങ്ങിക്കുന്നു. 1.5 കോടി രൂപയ്ക്ക് മേടിക്കുന്നു. 4 ആഴ്ചയ്ക്കുള്ളിൽ അത് അദാനി ഗ്രൂപ്പിന് 3.57 കോടി രൂപയ്ക്ക് വിൽക്കുന്നു. അതുപോലെ ലോധ ഗ്രൂപ്പ് ഇഷ്ടംപോലെ ഭൂമി വാങ്ങിക്കൂട്ടുന്നു. ഒരുപാട് കോർപ്പറേറ്റുകൾ അവിടെ ഭൂമി വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഒരുപാട് വലിയ റിയൽ എസ്റ്റേറ്റ് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയാമെങ്കിൽ പോലും അവർ അങ്ങനെ ആ രീതിയിൽ അതിനെ പറയുന്നുണ്ടെങ്കിൽ ഇത് അയോധ്യയുടെ മാത്രം കാര്യമല്ലല്ലോ വികസനം. എല്ലാ രാജ്യത്തും എല്ലാ സംസ്ഥാനങ്ങൾക്കും വിഹിതം വേണം, അവിടേക്ക് ഡെവലപ്മെൻറ്റ് വരണം, അതിനെല്ലാം ഈക്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. പക്ഷേ അയോധ്യയിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന അദാനിക്കോ അല്ലെങ്കിൽ അംബാനിക്കോ അല്ലെങ്കിൽ ലോധ ഗ്രൂപ്പിനോ അതുപോലുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു വന്നത്, ടൈം സിറ്റി മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് അറിയാമോ? ചന്ദ്രപ്രകാശ് ശുക്ല എന്ന് പറയുന്ന കപ്തൻഗഞ്ചിലെ BJPയുടെ MLA ആണ്. അതിൻ്റെ ആ കമ്പനി ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന ഇവരൊന്നും റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു കമ്പനി പോലും അല്ല, അത് ഒരു സൊസൈറ്റി പോയിട്ട് സ്ഥലം വാങ്ങിക്കുകയാണ്, പിന്നീട് അത് മറച്ചു വെക്കുകയാണ്. അതിൻ്റെ ഇപ്പോൾ പങ്കജ് പതക് എന്ന് പറയുന്ന അതിൻ്റെ നടത്തിപ്പുകാരൻ BJPയുടെ സ്റ്റേറ്റ് സെല്ലിലെ ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് ശ്രമങ്ങൾ, വലിയ രീതിയിലുള്ള ബിസിനസ് ഓറിയൻറ്റേഷൻ വേറെ തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും ആ പഴയ ചരിത്രം പറഞ്ഞതെന്ന് വെച്ചാൽ അതിന് സമയം കളയണം എന്ന് തന്നെയാണ് ഇന്ത്യയിലെ മൊത്തത്തിൽ BJP പോലും ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് എന്താണ് അവർ ഇതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണല്ലോ അതിൻ്റെ ബേസിക് പ്രശ്നം. ഒരു മതസ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ തകർത്തുകൊണ്ട് ഞങ്ങൾ നേടിയ ഒരു ആധിപത്യത്തിൻ്റെ വിജയം എന്നുള്ള ഒരു അഹന്തയുടെ പുറത്ത് നിന്നിരുന്നതിൽ നിന്ന് ഇതിനെ എല്ലാം നോർമലൈസ് ചെയ്തുകൊണ്ട് എല്ലാ പൂജകളും എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഈ പൂജയുടെ ബാക്കി വരുന്ന അവരുടെ പ്രസാദം അക്ഷത എന്ന പേരിൽ എല്ലാവർക്കും കൊടുത്തുകൊണ്ട് ഇതിനെല്ലാ തരത്തിലുമുള്ള ഒരു നോർമലൈസ് ചെയ്ത് ലീഗലൈസ് ചെയ്ത് പതിയെ ഇതെല്ലാവരുടെയും ഒരു പൊതു ആവശ്യമാണെന്നുള്ള തരത്തിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബേസിക് പ്രശ്നം. ഇപ്പോൾ അയോധ്യയിൽ മാത്രമല്ല, അയോധ്യയിൽ ഈ 10 കിലോമീറ്റർ റേഡിയസിൽ മീറ്റ് ആൻഡ് ലിക്കർ എല്ലാ സാധനങ്ങളും നേരത്തെ തന്നെ ബാൻ ചെയ്ത് കഴിഞ്ഞു.
അവിടെ 4.5 കിലോമീറ്ററിൽ അവിടുത്തെ മീറ്റ് ഓണേഴ്സ് തന്നെ പറയുന്നത് 4.5 കിലോമീറ്റർ ചുറ്റളവിൽ അങ്ങനെ മീറ്റ് വെൻഡേഴ്സ് കുറവാണ്. മാത്രമല്ല ഈ ആടിൻ്റെ ഇറച്ചിയും ചിക്കനും ഒക്കെ അവിടുത്തെ ഏതാണ്ട് ഒരു 56% ഹിന്ദുക്കൾ കഴിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ ബാൻ വരുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം എക്സിൽ നിങ്ങൾ കണ്ടില്ലേ, UP സർക്കാരിൻ്റെ ഒഫീഷ്യൽ ഒരു കുറിപ്പ് വന്നിട്ടുണ്ട്. എന്താണ്? ജനുവരി 22-ന് സംസ്ഥാന വ്യാപകമായിട്ട് മദ്യവും മീറ്റ് ഉൽപ്പന്നങ്ങൾ, ചിക്കൻ, എല്ലാതരം മീറ്റ് ഉൽപ്പന്നങ്ങളും നിരോധിച്ചിട്ടുണ്ട്. ഇത് മധുരയിൽ കുറച്ച് നാളായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ന് മധുരയിൽ അലഹബാദ് ഹൈക്കോടതി ബെഞ്ചിൻ്റെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് കണ്ടില്ലേ? മധുര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഷാഹി ഗാഹിന് പരിശോധന നടത്തി അത് ഇതിൻ്റെ ഭാഗമാവണം എന്നുള്ളത് സംബന്ധിച്ചൊരു കേസ് വരുന്നു. ആ കേസിൽ ഒരു കമ്മീഷണറെ വയ്ക്കുന്നു അലഹബാദ് ഹൈക്കോടതി. സുപ്രീം കോടതി എന്ന് പറഞ്ഞത് എന്താണ്? വളരെ വേഗ് ഗ്രൗണ്ട്സ് വിത്തൗട്ട് എനി പർട്ടിക്കുലർ റീസൺസ് എന്നാണ് പറഞ്ഞത്. ഒരു കാര്യമില്ലാതെ കുറേ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വേറെ തരത്തിൽ ഒരുപക്ഷെ ജുഡീഷ്യറിയുടെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ അയോധ്യ കേസിലെ തന്നെ വിധിയിൽ എന്താ പറയുന്നത്? പള്ളി പൊളിച്ചത് മോശമായിപ്പോയി, എന്നാൽ ക്ഷേത്രം പണിയാന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് BJP പലതരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രൊപ്പഗാൻഡ പൊളിറ്റിക്സും അവരില്ലാത്ത ചരിത്രങ്ങൾ പറയും. അവർ എല്ലാവരുടെയും പൊതുവികാരമാണ് രാമൻ എന്ന് പറയും. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം FOAൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് ഡിസംബർ 12-ന് വന്നിട്ടുണ്ട്. ഈ രാജ്യത്തെ 74.1% മനുഷ്യർ എന്ന് പറയുന്നത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കൃത്യമായ ഒരു ഡയറ്റ് പ്ലാൻ, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കൃത്യമായ സമീകരിക്കപ്പെട്ട ആഹാരം മറ്റു രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. അതിൽ തന്നെ 53% രാജ്യത്തെ സ്ത്രീകൾ അനിമിക്കാണ് എന്ന് പറയുന്നുണ്ട്. 16% കുട്ടികൾ ഈ പറയുന്ന അണ്ടർ ന്യൂട്രീഷ്യസ് ആണെന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് ഒരു 30% കുട്ടികൾ വലിയ രീതിയിലുള്ള മാൽന്യൂട്രീഷൻ പ്രോബ്ലം അനുഭവിക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളും റിപ്പോർട്ടുകളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് മറുപടി പറയാൻ പറ്റാത്ത ഒരു സർക്കാരിന് സ്വാഭാവികമായി ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസം എടുത്തിടുക എന്നുള്ളതാണ്. തീർച്ചയായും ആ സ്വാഭാവികതയിലേക്ക് പ്രതിപക്ഷവും എത്തുന്നു എന്നിടത്താണ് ഈ ചോദ്യങ്ങൾ മുഴുവൻ ഉയരുന്നത്. ശ്രീ അനൂപ്, ഇപ്പോൾ എന്താണ് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്നൊന്ന് താങ്കൾ ഒന്ന് വിശദീകരിച്ചു പറയണം. ഈ രാമപ്രതിഷ്ഠ നടക്കുന്ന ദിവസം പ്രതിപക്ഷ നേതാക്കളുടെ പര്യടനം പരിശോധിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി അസമിലെ ശ്രീ ശങ്കർ ദേവിന്റെ ജന്മസ്ഥാനം സന്ദർശിച്ച് പ്രാർത്ഥന നടത്തും. ഉദ്ധവ് താക്കറെ നാസികിലെ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തും. മമതാ ബാനർജി കൊൽക്കത്തയിലെ കാളിഘട്ടിൽ പ്രാർത്ഥന നടത്തും. ഈ മതസൗഹാർദ്ദ റാലിയുണ്ട്, അതിനൊപ്പം ഇതുമുണ്ട്. ഇന്ത്യ മുന്നണിയിലുള്ള അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ ഡൽഹിയിൽ സ്വന്തം നിലയ്ക്ക് രാമലീല സംഘടിപ്പിക്കും. അപ്പോൾ എന്താണ് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വ്യത്യാസം? ഈ BJPയും കോൺഗ്രസും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് സ്മൃതി ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധിയോട് ഈ ക്ഷേത്രപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ കോൺഗ്രസ് ഈ രാജ്യത്ത് നാമാവശേഷമാകുമെന്ന് ഉപദേശിച്ച ആളുകളുണ്ട്. കോൺഗ്രസ് അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ ചെയ്യുന്നത് രാഷ്ട്രീയമായി ആത്മഹത്യാപരമായിരിക്കും എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ ഇതിന് കൊടുക്കേണ്ടി വരുന്ന വില എത്ര തന്നെ ആയാലും ആ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമെടുത്ത് രാഹുൽ ഗാന്ധിയെ നിങ്ങൾ കാണാതെ പോവുകയാണ്. രാഷ്ട്രീയവൽക്കരിക്കുന്നതുകൊണ്ട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അത് രാഷ്ട്രീയമായി ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി അവിടേക്ക് പോകുന്നത് എന്ന ഒരു വാചകം മാത്രമാണ്. അതേ ദിവസം മറ്റിടങ്ങളിൽ പ്രാർത്ഥന നടത്തുകയും ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഖാർഗെയും എടുത്ത നിലപാടിന് വിരുദ്ധമായി കോൺഗ്രസിലെ തന്നെ മറ്റ് പ്രമുഖ നേതാക്കൾ നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിനെതിരെ ഒരു ഐക്യപ്പെട്ട ഒറ്റ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ദൗർബല്യമാണ് ശ്രീ അനൂപ്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെയല്ല ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ ദൗർബല്യമില്ലാത്ത ഏത് മതേതര പാർട്ടിയാണുള്ളത്? കോൺഗ്രസ് അത്തരമൊരു നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസിന് നഷ്ടപ്പെടാനുണ്ടായിട്ട് കൂടി കോൺഗ്രസ് അത്തരമൊരു നിലപാടെടുക്കുകയാണ്. ഇതിനകം നഷ്ടപ്പെട്ട കോൺഗ്രസിന് ഒരു പുതിയ നിലപാടെടുക്കാവുന്നതാണ് ശ്രീ വി ആർ അനൂപ്. കോൺഗ്രസിന് ഇപ്പോൾ ലാഭങ്ങളില്ലല്ലോ, കോൺഗ്രസ് പൂർണ്ണമായും നഷ്ടത്തിലാണല്ലോ. അപ്പോൾ വീണ്ടും അതേ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാക്കാനാണ്? ആ ബോധ്യത്തിലേക്ക് ഈ ഇപ്പോൾ നടന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും കോൺഗ്രസ് എത്തേണ്ടതല്ലേ? അതേ രൂപത്തിലല്ലല്ലോ. വളരെ കൃത്യമായി കോൺഗ്രസ് പറഞ്ഞില്ലേ, മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞില്ലേ, ഈ പറയുന്ന രാഹുൽ ഗാന്ധി എടുത്തൊരു മധ്യപ്രദേശും സോറി
ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കരുത്. ഇല്ല, താങ്കൾ അദ്ദേഹം പറയൂ, സംസാരിക്കുന്ന താങ്കൾ പറയൂ. സന്ദർഭത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാം. ഞാനൊരു കാര്യം, ഇത് നമുക്ക് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് കോൺഗ്രസിന് ചരിത്രത്തിൽ പറ്റിയിട്ടുള്ള പിഴവുകളെക്കുറിച്ച്, അത് നിർവഹിച്ച നിഷേധാത്മകമായ റോളുകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. അതിൽ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായേക്കും. പക്ഷേ ഇപ്പോഴത്തെ വർത്തമാനകാല അവസ്ഥയിൽ കോൺഗ്രസ്സിന് സ്വീകരിക്കാവുന്ന ഒരു ധീരമായ നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ ഇത്തരമൊരു നിലപാടെടുക്കുന്നതിനകത്ത് കോൺഗ്രസ് അഭിമുഖീകരിച്ച ആന്തരികമായ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കോൺഗ്രസ് അത്തരമൊരു നിലപാടെടുക്കരുത്, ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് നാമാവശേഷമാകുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. പിന്നെ നിങ്ങൾ വളരെ സൂക്ഷ്മമായി വായിച്ചു നോക്കിയാൽ കോൺഗ്രസ് ഇറക്കിയ പത്രപ്രസ്താവനയും CPM ഇറക്കിയ പത്രപ്രസ്താവനയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് പൊസിഷൻ സ്വീകരിക്കുന്ന CPM സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് പറഞ്ഞത്. വിശ്വാസത്തിൻ്റെ ദുരുപയോഗം, അത് തന്നെയാണ് കോൺഗ്രസ് പറഞ്ഞത്. ഇപ്പോൾ ഈ കേരളത്തിൽ ഇരുന്ന് സംസാരിക്കുന്ന നമുക്ക് പോലും, ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ പോലും എന്താണ് അവസ്ഥ? കേരളത്തിൽ പോലും ഇതൊക്കെ പറയുന്ന ഇടതുപക്ഷത്തിന് അതിൻ്റെ മന്ത്രിസഭയിൽ ഒരു അംഗം അതിൻ്റെ പ്രസ്ഥാനം എടുത്തുള്ള നിലപാടിനെ തിരുത്തി പറയിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണോ പാൻ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പോലൊരു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞ വാചകങ്ങളുടെ അതായത് നെഹ്റുവിന്റെ സമീപനങ്ങളുമായി ഇനി കോൺഗ്രസിന് ഇനിയുള്ള കാലം, താങ്കൾ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പരിതസ്ഥിതിയിൽ നെഹ്റുവിന്റെ നിലപാടുമായി കോൺഗ്രസിന് മുന്നോട്ട് പോകാനാവില്ല, അതാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അങ്ങനെയൊന്നുമല്ല. കുറെ കാലത്തിന് ശേഷം കോൺഗ്രസ് എടുക്കുന്ന ഒരു ധീരമായ തീരുമാനമാണ് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നത്. വളരെ കൃത്യമാണ് രാഷ്ട്രീയം. അതിൽ തർക്കമില്ല. അത് അന്ന് ആ രൂപത്തിലാണ് നമ്മൾ ചർച്ച ചെയ്തതും. പിന്നീട് വന്ന പ്രതികരണങ്ങളും പിന്നീട് നടത്തിയ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ നടപടികളും ഒക്കെയാണ് ഈ ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നത്. അദ്ദേഹത്തോട് ഒരു സംശയം ചോദിക്കാനുണ്ട്. ശരി, ചോദിച്ചോളൂ. കോൺഗ്രസിന്റെ നിലപാടിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞല്ലോ, ഈ നിലപാട് ദേശീയ തലത്തിലുള്ള കോൺഗ്രസിൻ്റെ നിലപാടിനെ കുറിച്ച് പറഞ്ഞു. അത് തീർച്ചയായിട്ടും നല്ല നിലപാടാണ്. പക്ഷേ ദേശീയ തലത്തിൽ ഈ നിലപാടിനനുസരിച്ച് കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഹരിയാനയിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ദീപേന്ദർ ഹുഡ, ഈസ്റ്റേൺ UP-യിലെ പൂർവാഞ്ചൽ മേഖലയിലെ നമുക്കറിയാം സുപ്രിയ ഷിൻഡെ, അല്ലെങ്കിൽ UP-യിലെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അജയ് റായ്, എല്ലാവരും അവിടെ പോയി കഴിഞ്ഞു. അവിടെ മുങ്ങിക്കുളിച്ച് സരയൂ നദിയിൽ കുളിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയെല്ലാം ഹിന്ദുവിലും ഹിന്ദുസ്ഥാൻ ടൈംസിലും എല്ലാം വന്നതാണ്. ഇനി കമൽനാഥിൻ്റെ കാര്യം എടുക്കുക, അല്ലെങ്കിൽ ദിഗ്വിജയ് സിംഗിൻ്റെ കാര്യം എടുക്കുക. അതായത് കേരളത്തിലൊരു തെരഞ്ഞെടുപ്പും കൂടെ ഉള്ളതുകൊണ്ടും കൂടിയാണ്, കേരളത്തിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ടും കൂടെ എടുത്തൊരു നിലപാടും കൂടിയാണത്. എന്ന് വെച്ച് കോൺഗ്രസിൻ്റെ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാനേ പറ്റുമെന്നുള്ളൊരു അവസ്ഥ അവർക്കുണ്ട് എന്നുള്ളതൊരു ശരിയാണ്. അതിനെ ഞാൻ വിമർശിക്കുന്നില്ല. കാരണം അതൊരു ഗതികെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. അതല്ലെങ്കിൽ ഒരു തൃശങ്കുവിലാണ്. അവർക്ക് ഇതിനെ വിടാനും പറ്റില്ല, ഇതിനെ തുപ്പാനും വയ്യ, ഇറക്കാനും വയ്യ എന്നുള്ള പറഞ്ഞൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം ഇത് വേറെ തരത്തിൽ ഒരു ആൻറ്റി പോളറൈസേഷൻ ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ് പേടിക്കുന്നുണ്ട്. കാരണം അമേഠി വരെ കൈവിട്ട അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അവർക്ക് അതൊരു വലിയ നെഗറ്റീവ് ഫാക്ടർ ആകുമോ, ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടാക്കുമോ എന്ന് അവർ പേടിക്കുന്നുണ്ട്. അതേസമയം സൗത്ത് ഇന്ത്യയിലെ, വിശേഷിച്ച് കേരളത്തിലെ വോട്ട് ബാങ്കിനെ, അല്ലെങ്കിൽ മുസ്ലിം വോട്ടൊക്കെ സ്പ്ലിറ്റ് ആവുന്നതിന് കാരണമാവുമെന്ന് അവർ ഭയക്കുന്നുണ്ട്. അപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണ് അത്. അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ശരി, പക്ഷേ അവർക്കത് പാലിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദേശീയ തലത്തിലുള്ള നേതാക്കൾക്ക് ആ നിലപാട്. KVS ഹരിദാസ്, ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം, മതവും ഭരണകൂടവും രണ്ടല്ല ഒന്നായി മാറുന്ന ദിവസമാണ് തിങ്കളാഴ്ച, അതായത് പ്രാണപ്രതിഷ്ഠാ ദിനം. അവിടെ മോദി ഷോയാണ് നടക്കുന്നത്. അവിടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വലിയ വാദങ്ങൾ നിങ്ങൾ ഉന്നയിക്കുമ്പോൾ അവിടെ ശങ്കരാചാര്യർ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് മറുപടി? ഞാൻ വരാം അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ സ്മൃതി ഒരു കാര്യം ആദ്യമേ സൂചിപ്പിക്കാം. രാജ്യം കണ്ട ഏറ്റവും വലിയ ആഘോഷ ചടങ്ങായിരിക്കും ജനുവരി 22-ന് കാണാൻ പോകുന്നത്. ഇന്ത്യയെ മാത്രമല്ല, ലോകമെമ്പാടും ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. കോടാനുകോടി വീടുകളിൽ ഇതിനകം ശ്രീരാമന് പൂജിച്ച അക്ഷതം എത്തിക്കഴിഞ്ഞു. ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഫോട്ടോയും എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ പോലെ നേരത്തെ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു, NSSും SNDPയും വിശ്വകർമ്മ സഭയും KPMSും അങ്ങനെ എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ഇതിനൊപ്പം അണിനിരക്കുന്നുണ്ട്. അവരൊക്കെ ചടങ്ങുകളുമായിട്ട് സഹകരിക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും എല്ലാ സമുദായ സംഘടനകളും ഇതിനൊപ്പം അണിനിരക്കുന്നുണ്ട്. ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആഘോഷ ചടങ്ങായിരിക്കും ഇത്. അന്ന് കോടാനുകോടി വീടുകളിൽ
കോടാനുകോടി സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾ വിശ്വാസികൾ ഒന്നിച്ചിരുന്ന് ഈ ചടങ്ങുകൾ കാണുന്നുണ്ടാവും. ഇൻ്റർനെറ്റിൻ്റെ യൂസേജും ടി വിയുടെ റേറ്റിങ്ങും നിങ്ങളന്ന് പരിശോധിച്ചോളൂ. ലോകത്തിൽ ഇതിന് ഇത്രത്തോളം ആൾക്കാർ കണ്ട മറ്റൊരു മഹാസംഭവം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി വേറൊന്ന്, അന്ന് വൈകിട്ട് കോടാനുകോടി ഹിന്ദു ഭവനങ്ങളിൽ മുഴുവൻ ചേരാതികൾ തിരിയും, വിളക്കുകൾ തിരിയും, അമ്പലങ്ങളിൽ മുഴുവൻ ആഘോഷങ്ങൾ നടക്കും. ഇങ്ങനെ ഒരു ചടങ്ങ് ഇന്ത്യയുടെ ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. ആസേത് ഹിമാചലം, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പോലും നമ്മൾ കണ്ടില്ലേ ശ്രീറാം ജയജറാം എന്ന പാട്ട് പാടുന്ന ആൾക്കാരെ. അപ്പോൾ അങ്ങനെ ഒരു വികാരം ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ വസ്തുതയെങ്കിലും ഈ വിമർശകന്മാർ ആദ്യം അംഗീകരിക്കുക. രണ്ടാമത്തെ കോൺഗ്രസിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചതിന് കോൺഗ്രസിന്റെ കാര്യം, ഇടപെട്ടോട്ടെ ശ്രീ അവർക്ക് ആരെ ഈ മഹാ ആഘോഷത്തിൽ ശ്രീ ശങ്കരാചാര്യന്മാർ വരുന്നില്ല. ഞാൻ വരാം, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ വരുന്നുണ്ട്. ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടേ പോകുള്ളൂ സ്മൃതി. ഞാൻ അതിനു മുമ്പ് ഈ കോൺഗ്രസ്സുകാരുടെ കാര്യം വിട്ടുപോകും. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടൊക്കെ ഈ ഒരു നിലപാടെടുക്കുന്നത്. അതിൽ തന്നെ പലർക്കും പല അഭിപ്രായമുണ്ട്. പല കോൺഗ്രസ്സുകാരും സരയുവിൽ പോയി കുളിച്ചു, അയോധ്യയിൽ പോയി തൊഴുതു. ഇനിയും പോകാൻ തയ്യാറാകുന്നുണ്ടാവും പലരും. പക്ഷേ ഇവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 50 സീറ്റ് കോൺഗ്രസിന് കിട്ടണമെങ്കിൽ കേരളത്തിൽ സമസ്തയും ലീഗും പറയുന്നത് കേൾക്കണം. സമസ്തയും ലീഗും വിരൽ ഉയർത്തിയപ്പോൾ ഇവർ ഒളിച്ചോടുകയല്ലേ ചെയ്തത്. കോടാനുകോടി ഹിന്ദുക്കളുടെ വികാരങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും ഇവർ അവഗണിക്കുകയല്ലേ ചെയ്തത്. അതിന് മറുപടി കോൺഗ്രസ് പറയേണ്ടി വരും. കേരളത്തിൽ മാത്രമല്ല, ലീഗ് എന്താണ് പറഞ്ഞത്? ലീഗ് എന്താണ് പറഞ്ഞത്? അത് അവരുടെ വിശ്വാസത്തിന്റെ വിഷയം, ഞങ്ങൾ ഇടപെടുന്നില്ല എന്നല്ലേ ലീഗ് പറഞ്ഞത്? ലീഗ് ഞാൻ ചോദിക്കണേ, സമസ്ത പറഞ്ഞതിന് അപ്പുറത്ത് ലീഗിന് ഒരു നിലപാടുണ്ടോ കേരളത്തിൽ? പറയുന്നുണ്ടാവും ലീഗ്. കോൺഗ്രസ്സുകാരെ നിലപാട് സമസ്തയുടെ നിലപാടല്ല എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ശ്രീ KVS, ഇതൊക്കെ പറഞ്ഞോട്ടെ. കേരളത്തിലെ മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ സിദ്ധാന്തമാണിത്. അതിൽ അവർക്ക് ഉറച്ചു നിൽക്കട്ടെ. അവർ പച്ചക്കൊടിയും പിടിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലും വരട്ടെ, നമുക്ക് കാണാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി രണ്ടാമത്തേത് ശങ്കരാചാര്യന്മാരുടെ കാര്യം. ഇന്ത്യയിൽ 4 ശങ്കരാചാര്യന്മാരാണ് ഉള്ളത്, പ്രധാനമായിട്ടുള്ളത്. അതിൽ പുരി ഒഴിച്ചുള്ള എല്ലാ ശങ്കരാചാര്യന്മാരും ഈ ചടങ്ങിന് പരിപൂർണ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ശങ്കരാചാര്യന്മാരാരും ഇത്തരം സമ്മേളനങ്ങളിൽ, ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാറുമില്ല. അതാദ്യം മനസ്സിലാക്കണം. പിന്നെ പുരി ശങ്കരാചാര്യർ കോൺഗ്രസ്സുകാരുടെ ശങ്കരാചാര്യരാ. അടിയന്തരാവസ്ഥയെ പിന്തുണച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയ ആളാണ്. അയോധ്യ പ്രക്ഷോഭം നടക്കുമ്പോൾ അതിനെതിരായിട്ട് പരസ്യമായിട്ട് രംഗത്ത് വന്ന ആളാണ്. സ്ത്രീകൾ വേദം പഠിച്ചുകൂടാ, സ്ത്രീകൾ പൂജ നടത്തിക്കൂടാ എന്ന് പറഞ്ഞ ശങ്കരാചാര്യരാണ്. ആ ശങ്കരാചാര്യർക്കൊപ്പമാണോ കോൺഗ്രസ്സുകാർ? ആ പ്രാണപ്രതിഷ്ഠാദിനത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണോ ശങ്കരാചാര്യരുടെ രാഷ്ട്രീയം ബിജെപിക്ക് മനസ്സിലായത്? ശ്രീ KVS ഹരിദാസ്, അല്ല അതിനു മുമ്പൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. അല്ല, എന്റെ സ്മൃതി ചരിത്രം പഠിക്കൂ. പുരി ശങ്കരാചാര്യരെ മനസ്സിലാക്കൂ. ബിജെപി ചരിത്രം എന്തായാലും പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ഒരിക്കലും അയോധ്യ പ്രക്ഷോഭത്തെ എതിർത്തു. മതി. ഈ രാജ്യം മുഴുവൻ, ഈ ലോകം മുഴുവൻ, ഈ ലോകം മുഴുവൻ ഇന്ന് BJP തെളിച്ച വഴിയിലൂടെയാണ് നീങ്ങുന്നത്. BJP എന്താണോ ആഗ്രഹിച്ചത് ആ വഴിയിലൂടെയാണ് നീങ്ങുന്നത്. ഹിന്ദു ലോകം മുഴുവൻ, ഹിന്ദു സമൂഹം മുഴുവൻ അതിനൊപ്പം നീങ്ങാൻ പോവുക. കാണാൻ പോകുന്നത് ആക്ഷേപിക്കാം. ഈ രാജ്യത്തെ ഹിന്ദുക്കളെ മാത്രം അഭിസംബോധന ചെയ്യുകയാണ് താങ്കൾ. ഈ ചർച്ചയിൽ മുഴുവൻ ഹിന്ദുക്കളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു. ഈ രാജ്യം ഹിന്ദുക്കളുടെ മാത്രം രാജ്യമാണോ? ഇനി അങ്ങനെ ആയി കഴിഞ്ഞു എന്നാണോ? പ്രാണപ്രതിഷ്ഠാ ദിനം തൊട്ട് അങ്ങനെയാണെന്നാണോ? ഹിന്ദുക്കളുടെ
അല്ല, സ്വാമി അഭിമുഖാനന്ദ സരസ്വതി എന്ന് പറയുന്ന ഒരു സ്വാമി, ശങ്കരാചാര്യ മഠത്തിലെ സ്വാമിയുടെ പ്രതികരണം കരൺ താപ്പറിന്റെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അവരതിനെതിരാണ്. നിർമോഹി അഗാഡയിലെ ഒരു വിഭാഗം അതിനെതിരാണ്. അതുകൊണ്ട് പുരിയിലെ മാത്രമല്ല, അത് ശരിയല്ല വസ്തുതാപരമായി. അല്ലെന്നേ കരൺ താപ്പറിന്റെ ഇന്റർവ്യൂ രാജ്യത്തെ 100% സന്യാസിമാരും അയോധ്യ ശങ്കരാചാര്യ മഠത്തിലെ സ്വാമിയുമായിട്ട് അഭിമുഖാനന്ദ സരസ്വതി. അല്ല, ഞാൻ ഒന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞേ കേൾക്കൂ. ഇന്ത്യയിൽ എത്ര ശങ്കരാചാര്യ മഠമുണ്ട്? ആദ്യ ശങ്കരാചാര്യ സ്ഥാപിച്ച എത്ര മഠമുണ്ട്? ഇതിന് അതിൽ ഒരാളെ എതിർത്തിട്ടുള്ളൂ. ബാക്കി 3 പേരും സാധാരണ ശങ്കരാചാര്യന്മാര് പരസ്യ പ്രസ്താവന ഇറക്കാറില്ല. പരസ്യ പ്രസ്താവന ശങ്കരാചാര്യന്മാർ ഇറക്കാറില്ല. പക്ഷെ ഇത്തവണ ഇറക്കി. അയോധ്യയിലെ എന്തുകൊണ്ടാണ് ഇറക്കിയത്? അത് രാഷ്ട്രീയ പരിപാടിയാക്കുന്നത് കൊണ്ടാണ് പ്രതികരിച്ചത്. എല്ലാവരും അതിനൊപ്പം പോകണം. ഇതിന്റെ ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തരം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ഭരണഘടന വന്നതിന് ശേഷം പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മാത്രം വെച്ച് നമുക്ക് ഒരു കാര്യത്തെ നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. സ്വാമി ഭാരത തീർത്ഥ, സ്വാമി നിശ്ചലാനന്ദ സരസ്വതി, സ്വാമി സദാനന്ദ സരസ്വതി, സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി അല്ലേ? ഇവരാരും ഇല്ലല്ലോ. മാത്രമല്ല ഈ ഇവിടുത്തെ പഴയ ക്ഷേത്രങ്ങൾ, പഴയ പുരാതന ക്ഷേത്രങ്ങൾ എത്രയോ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പുരി മാത്രം എന്നുള്ളത് വിട്ടോ. മാത്രമല്ല ഈ പഴയ പുരാണം വെച്ച് നോക്കി, ചരിത്രം വെച്ച് നോക്കിയ പഴയ ക്ഷേത്രങ്ങൾ, ഏറ്റെടുക്കപ്പെട്ട ക്ഷേത്രങ്ങൾ, ക്ഷേത്രങ്ങൾ അത്ര എനിക്ക് പറയാനുള്ള കാര്യത്തിൽ. അല്ല, KVS പറഞ്ഞോളൂ. അല്ലല്ല, ഞാൻ പറഞ്ഞത്, ഞാനിത് പറയാൻ എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇത് രാജ്യം കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ സെലിബ്രേഷൻ ആയിരിക്കും ഈ ചടങ്ങ്. ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാമഭക്തന്മാര്, ഹിന്ദു വിശ്വാസികള് ഇതിനൊപ്പം അണിനിരക്കും. അതിനൊപ്പം നിൽക്കാൻ എല്ലാവരും തയ്യാറാകും. ചിലർക്കൊക്കെ ചില പ്രശ്നങ്ങൾ എല്ലാ ഹിന്ദു വിശ്വാസികളും അണിനിരക്കുമെന്ന് എങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ പറ്റും? എല്ലാ ഹിന്ദുക്കളും അണിനിരക്കുമെന്ന് എങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ പറ്റും ശ്രീ KVS ഹരിദാസ്? സ്മൃതി, ഞാൻ അതുകൊണ്ടാണ് കേജ്രിവാള് ഹനുമാൻ ചാലിസ ചൊല്ലിക്കൊണ്ട് ഡൽഹിയിൽ രാമലീല നടത്താൻ പോവുക. മമതാ ബാനർജി കാളി കെട്ടി പോവുകയാണ്. പവാറും നികേഷ് കുമാറും അതുപോലുള്ളവരൊക്കെ പറയുന്നു ഞങ്ങൾ തൊഴാൻ പോകുമെന്ന്. ഇതൊരു ഹിന്ദു മനസ്സല്ലേ കാണിക്കണേ? ഉദ്ധവ് താക്കറെ പറയുന്നു ഞാൻ അമ്പലത്തിൽ പോകുമെന്ന്. ഈ BJP എതിർക്കുന്നവർക്ക് ഹിന്ദു മനസ്സുണ്ട്, പൂജിക്കാനുള്ള മനസ്സുണ്ട്. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഹിന്ദു മനസ്സാകുക എന്നത് തെറ്റായ മനസ്സല്ല. ഹിന്ദു വിശ്വാസം തെറ്റാണെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ അത്ര ആഗ്രഹിക്കുന്നുള്ളൂ. എന്താഗ്രഹിക്കുന്നുള്ളൂ എന്ന്? അല്ല, ഞങ്ങൾ അത്ര ആഗ്രഹിക്കുന്നു. പ്രതിഷ്ഠാ ദിനത്തിൽ മോദിക്ക് അവിടെ എന്താണ് കാര്യം? മോദി എന്തിനാണ് എല്ലാ രാമക്ഷേത്രങ്ങളും സന്ദർശിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക സന്ദേശം നൽകുന്നത്? ഇവിടുത്തെ ന്യൂനപക്ഷത്തോടുള്ള പ്രധാനമന്ത്രിയുടെ സന്ദേശം എന്താണ്? അതും കൂടി ഒന്ന് പറയൂ. ന്യൂനപക്ഷ വിഭാഗങ്ങളോടുള്ള പ്രധാനമന്ത്രിയുടെ സന്ദേശം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ചോദ്യം ആവർത്തിച്ചു വരുന്നത്. ഹിന്ദുക്കളുടെ മാത്രം പ്രധാനമന്ത്രിയാണോ? പ്രധാനമന്ത്രിയാ. യോഗി ആദിത്യനാഥ് അവിടെ പ്രസംഗിക്കുന്നത് ഞങ്ങളും നിങ്ങളും മുസ്ലിങ്ങളെ. ഒരു പ്രധാനമന്ത്രി ഒരു മതത്തിന്റെ ക്ഷേത്രത്തിന്റെ പൂജയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ അത് തന്നെയാണ് ചോദ്യം. ശ്രീ സനോജ് പറയട്ടെ, ശ്രീ KVS പറയട്ടെ. അഭിമാനത്തോടു കൂടി തന്നെയാണ് നരേന്ദ്രമോദി അയോധ്യയിൽ പോകുന്നത്. ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തില്, ആ ക്ഷേത്രം അവിടെ ഉയരുന്നതില് അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. അത്രമാത്രം ഈ കുറേ നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് നടന്ന സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ കാലത്താണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടന്നത്. ഇതിന്റെ നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു.
അതിൽ ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് അതിനെ നിരീക്ഷിക്കാൻ പ്രാർത്ഥനാ നിർഭരനായിട്ട് നരേന്ദ്രമോദി അവിടെ ഉണ്ടാവും. അത് അഭിമാനത്തോടു കൂടി തന്നെയാണ്, ഹിന്ദു എന്ന നിലയിലുള്ള, ഭക്തൻ എന്ന നിലയിലുള്ള അഭിമാനത്തോടു കൂടി തന്നെയാണ്. ശരി, വളരെ നന്ദി ശ്രീ കെ വി എസ് ഹരിദാസ്, വി ആർ അനൂപ്, ഒപ്പം തന്നെ വി എസ് സനോജ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഏതായാലും ഭരണകൂടവും മതവും രണ്ടല്ല ഒന്നാണ് എന്ന സന്ദേശത്തിലേക്കാണ് രാജ്യം പോകുന്നത്. തിങ്കളാഴ്ച പ്രാണപ്രതിഷ്ഠാ ദിനത്തോടെ അത് പൂർത്തിയാവുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇനി മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക്. Debate with Smriti Parithikad.